തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് കരുതിയാണ് പലരും കുട്ടികളെ വളർത്തുന്നത്. പ്രത്യേകിച്ച് 1-2 മക്കളുള്ള വീടുകളിൽ അവർക്ക് വലിയ ലാളനയും പരിഗണനയും കിട്ടാറുണ്ട്. കുട്ടിക്കാലത്ത് മക്കളെ ബന്ധുവീടുകളിലോ അയൽ വീടുകളിലോ പോലും വിടാത്ത മാതാപിതാക്കളെയും കാണാം. എന്നാൽ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വീട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ കുട്ടികളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയാറുണ്ടോ? മക്കൾ വളർന്നു കഴിയുമ്പോൾ പിന്നെ അച്ഛനമ്മമാർക്ക് പോലും അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത കാലമാണ്. ലഹരി ഇടപാടുകൾ, വഴിവിട്ട സൗഹൃദങ്ങൾ, സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം. വിദ്യാർത്ഥികളും യുവാക്കളും പ്രതികളായ ഒട്ടേറെ ലഹരി കേസുകളെക്കുറിച്ച് പല ദിവസങ്ങളിലും കേൾക്കാറുണ്ട്. ഇതെൻ്റെ വീട്ടിലല്ലല്ലോ സംഭവിച്ചതെന്ന് ആശ്വസിക്കാൻ വരട്ടെ. നാളെ നമ്മുടെ മക്കളും വഴിതെറ്റി പോകാതിരിക്കാൻ എന്താണ് വഴിയെന്ന് ചിന്തിക്കണം. കോഴിക്കോട് യുവതികൾ ഉൾപ്പെടെ പ്രതികളായ 2 ലഹരി കേസുകളാണ് പോലീസ് പെട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. നമ്മുടെ മക്കളെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറയുന്നത് കേട്ടാൽ ഏതെങ്കിലും അച്ഛനമ്മമാർക്കത് സഹിക്കാൻ കഴിയുമോ? കുട്ടിക്കാലത്ത് മാത്രമല്ല, കൗമാരപ്രായത്തിനും ഇനി യുവത്വത്തിലേക്ക് കടന്നാലും അവർ തലതെറിച്ച് പോയെന്നറിഞ്ഞാൽ വീട്ടിലും നാട്ടിലും പിന്നെ തലയുയർത്തി നടക്കാൻ പോലും കഴിയില്ല, അല്ലേ? പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കുറിച്ചാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. കോഴിക്കോട് പന്തീരാങ്കാവിലെയും ഉള്ളിയേരിയിലെയും 2 സംഭവങ്ങളിലേക്കാണ്. പന്തീരാങ്കാവ് ടോൾ പ്ലാസയിൽ നിന്ന് 3 കോടിയോളം രൂപ വിലമതിക്കുന്ന MDMA പിടികൂടിയത് ഒരു യുവതി അടങ്ങുന്ന സംഘത്തിൽ നിന്നാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫാത്തിമ നസ്രീനും സുഹൃത്ത് ഷഹീഖും രാജസ്ഥാനിൽ നിന്നാണ് ലഹരി കൊണ്ടുവന്നത്. ഉള്ളിയേരിയിലെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവും MDMAയുമായി യുവതിയെയും കൂട്ടുകാരനെയും പോലീസ് പൊക്കി. പന്തീരാങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് ജില്ലയിലെ ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസും ഇന്റലിജൻസ് വിഭാഗവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 2 കിലോയോളം വരുന്ന MDMA കണ്ടെടുത്തു. കാറിന്റെ ബോണറ്റിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന്. സംഭവത്തിൽ കൊണ്ടോട്ടി സ്വദേശി ഷഹീഖ്, അടിവാരം സ്വദേശിനി ഫാത്തിമ നസ്രീൻ എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. വിപണിയിൽ 3 കോടിയോളം രൂപ വിലമതിക്കുന്നതാണ് പിടികൂടിയ മയക്കുമരുന്ന്. സമൂഹമാധ്യമത്തിൽ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ കൂടിയാണ് പിടിയിലായ ഫാത്തിമ നസ്രീൻ. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് MDMA എത്തിച്ചതെന്നാണ് വിവരം. ഇതിന് പിന്നാലെയാണ് ഉള്ളിയേരിയിലെ ബ്ലൂ മെറിഡിയൻ അപ്പാർട്ട്മെന്റിൽ നിന്ന് സമാന രീതിയിൽ തന്നെ മയക്കുമരുന്നുമായി യുവാവും യുവതിയും പിടിയിലായത്. കൊയിലാണ്ടി സ്വദേശി ഫിറോസ്, പയ്യന്നൂർ സ്വദേശിനി ശീതൾ ശിവദാസ് എന്നിവരാണ് എക്സൈസ് ഇന്റലിജൻസിന്റെ വലയിലായത്. ഇവരിൽ നിന്ന് 11.83 ഗ്രാം MDMAയും കഞ്ചാവും കണ്ടെടുത്തു. ലഹരിമരുന്ന് അളന്നു വിൽക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസുകളും പാക്കിംഗ് സാമഗ്രികളും മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. സമീപത്ത് തന്നെയുള്ള മെഡിക്കൽ കോളേജ് പരിസരത്തെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ വിൽപ്പനയെന്നാണ് സൂചന. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൻതോതിൽ മയക്കുമരുന്ന് എത്തുന്നതായുള്ള വിവരത്തെ തുടർന്ന് എക്സൈസും പോലീസും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. പിടിയിലായവർക്ക് അന്തർസംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വെള്ളം സിനിമ കുറേ ആളുകൾ കണ്ടിട്ടുണ്ടാകും. അത് സിനിമയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല എൻ്റെ യഥാർത്ഥ ലൈഫ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇപ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിർമ്മാതാവ് മുരളി കുന്നുംപുറത്ത് പങ്കുവെച്ച വീഡിയോ മലയാള സിനിമയിൽ പുതിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നു. ആരാണ് മുരളി കുന്നുംപുറത്തിനെ ചതിച്ചത്? ആ വീഡിയോയ്ക്ക് പിന്നിലെ വസ്തുത എന്താണ്? ഇതിന് പിന്നിൽ നടൻ ഉണ്ണി മുകുന്ദനാണെന്ന ആരോപണവുമായി സുമതി വളവ് സിനിമയുടെ അണിയറ പ്രവർത്തകർ രംഗത്തെത്തി. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും നഷ്ടമൊന്നു എന്നത് മുരളി തെളിയിക്കണമെന്നുമാണ് വാദം. അതിനിടെ അഭിലാഷ് പിള്ളയുടെ ആരോപണങ്ങൾ പച്ചക്കള്ളമെന്ന് മുരളി കുന്നുംപുറം പ്രതികരിച്ചു.
വ്യവസായിയും നിർമ്മാതാവുമായ മുരളി കുന്നംപുറത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് വിശദീകരണവുമായി സുമതി വളവ് സിനിമയുടെ അണിയറ പ്രവർത്തകർ രംഗത്തെത്തിയത്. സിനിമയ്ക്ക് 10 കോടിക്ക് മുകളിൽ ബജറ്റാകുമെന്ന് ആദ്യമേ തന്നെ അറിയിച്ചിരുന്നെന്നും ഇപ്പോൾ എന്തുകൊണ്ടാണ് തിരുത്തി പറയുന്നതെന്ന് അറിയില്ലെന്നും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള പറയുന്നു. തുടക്കത്തിൽ 4 കോടിയോളം കയ്യിലുണ്ടെന്ന് അറിയിച്ച മുരളി കുന്നംപുറത്ത് ഷൂട്ടിംഗ് ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തന്റെ കയ്യിൽ 25 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞു. ഈ വീഡിയോ വന്ന ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ഒരബദ്ധം പറ്റിപ്പോയെന്നാണ് അദ്ദേഹം മെസ്സേജിലൂടെ പറഞ്ഞത്. ഈ വീഡിയോ വന്നതിന്റെ അറിഞ്ഞ അന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാഫ് മെമ്പേഴ്സിനെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയക്കുകയും അതിനുശേഷവും അദ്ദേഹം എനിക്ക് റിപ്ലൈ ഇട്ട് ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് അദ്ദേഹം തന്നെ അത് പറയുകയുണ്ടായിരുന്നു. സുമതി വളവാണോ മലയാളത്തിൽ ആദ്യമായി നഷ്ടം വന്ന സിനിമ? അതുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുമോ? ഇത് അദ്ദേഹത്തിന്റെ ആദ്യ വീഡിയോ ആണെന്ന് വിചാരിക്കരുത്. ഇതുപോലെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. നഷ്ടം വന്നുവെന്നത് മുരളി തെളിയിക്കണം. ആരോപണത്തിന് പിന്നിൽ ഉണ്ണി മുകുന്ദനാണെന്ന് സംശയമുണ്ടെന്നും മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ചോര കുടിക്കുന്ന ചെന്നായ ആവരുതെന്നും സംവിധായകൻ വിഷ്ണു പ്രതികരിച്ചു. എനിക്ക് ഉറപ്പിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതില് അദ്ദേഹത്തിന്റെ പങ്കുണ്ട് എന്നുള്ളത് സംശയത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. മുരളിക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് നദികളിൽ സുന്ദരി യമനി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിജേഷ് പനത്തൂർ പറഞ്ഞു. അല്ലാതെ എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കാൻ? കണക്ക് ഇങ്ങനെ 2 കോടി നഷ്ടം വന്നതല്ല, കണക്ക് ഇതുവരെ അവതരിപ്പിച്ചിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞാനിത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സമഗ്രമായ ഒരു അന്വേഷണം ഇതിന് പുറകിൽ വേണം. അതിനിടെ അഭിലാഷ് പിള്ളിയുടെ ആരോപണങ്ങൾ പച്ചക്കള്ളമെന്ന് മുരളി കുന്നംപുറം പ്രതികരിച്ചു. ഉണ്ണി മുകുന്ദനെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല. താൻ വലിയ കടത്തിലാണ് ഇപ്പോഴുള്ളത്. സുമതി വളവ് സിനിമയ്ക്ക് 5 കോടി ബജറ്റ് എന്ന് പറഞ്ഞ് 20 കോടിയിൽ എത്തിച്ചെന്നും മുരളി കുന്നംപുറം ന്യൂസ് 18നോട് പറഞ്ഞു. ഉണ്ണി മൂന്നനാണ് ഇതിന് മുന്നിൽ പ്രവർത്തിച്ചത്. ഒരിക്കലും ഉണ്ണി മൂന്നൻ എന്നെ വിളിച്ചിട്ട് ചേട്ടാ ജയസൂര്യൻ എന്നെ വിളിച്ചിരുന്നു. അതുപോലെ ഉണ്ണി മൂന്നൻ വിളിച്ചിട്ട് ഇത് എന്താ സംഭവം, നിങ്ങൾ വിഷമിക്കണ്ട, എന്തെങ്കിലും നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ തരാം, പടം ചെയ്യൂ. സത്യമായിട്ട് പറഞ്ഞതാണ്. അല്ലാണ്ട് ഉണ്ണി മൂന്നനൊക്കെ വെറുതെ ഇതിൽ വലിച്ചേക്കണ്ട. ഉണ്ണി മൂന്നനെ ഡയറക്റ്റ് ചെയ്യുന്ന എന്നോട് പറഞ്ഞത് വേറെ ആൾക്കാരാണ്. മുരളി കുന്നംപുറത്തിന്റെ പരാതി സിനിമാ സംഘടനകൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് ഫിലിം ചേംബർ പ്രസിഡന്റ് അനിൽ തോമസ് പ്രതികരിച്ചു. പരാതി ലഭിച്ചാൽ ഇടപെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് സംഘടനകളിൽ പരാതിയായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സംഘടനകൾ പരിഹരിക്കുന്നതാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്നുള്ളത് അദ്ദേഹം സംഘടനയെ കൃത്യമായിട്ട് രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള നടപടികളിലേക്ക് സംഘടനകൾ കിടക്കുന്നു. ബിസിനസ്സിലൂടെയും സിനിമയിലൂടെയും തനിക്ക് ഒരുപാട് ചതികൾ പറ്റിയെന്നും ജീവിതം കൈവിട്ടുപോയ അവസ്ഥയാണെന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസമാണ് വ്യാപകമായി പ്രചരിച്ചത്. നദികളിൽ സുന്ദരി യമുന, സുമതി വളവ് അടക്കമുള്ള സിനിമകളിലൂടെ ഏകദേശം 9 കോടിയുടെ നഷ്ടമാണ് തനിക്കുണ്ടായതെന്നും ജീവനൊടുക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും മുരളി പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പിന്നീട് മുരളി തന്നെ നീക്കം ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. സന്നദ്ധ പ്രവർത്തനങ്ങളുടെ മറവിൽ HRDSൽ എന്താണ് നടക്കുന്നത്? അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, ആദിവാസികളുടെ ഭൂമി കയ്യേറ്റം ചെയ്യുന്ന പരാതികൾ, സ്വപ്ന സുരേഷിന് ജോലി തുടങ്ങി നിരവധി വിവാദങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലാണ് HRDS സ്ഥാപക ചെയർമാൻ അജി കൃഷ്ണനെതിരായ പീഡന പരാതിയും പോക്സോ കേസും. ജീവനക്കാരന്റെ 11 വയസ്സുള്ള മകളെ പീഡിപ്പിച്ചെന്ന കേസിൽ അജയ് കൃഷ്ണന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ദില്ലി സാകേത് കോടതിയാണ് മെയ് 7 വരെയും അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞത്. പരാതിയിൽ കേസിലെ പെൺകുട്ടിയുടെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം പരാതി വ്യാജമെന്നാണ് HRDSന്റെ പ്രതികരണം. പോക്സോ കേസിൽ ദില്ലി സാകേത് കോടതിയാണ് അജി കൃഷ്ണന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കാൻ കോടതി അജി കൃഷ്ണന് നിർദ്ദേശം നൽകി. കേസിലെ ഇരയായ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകാനും കോടതി ദില്ലി പോലീസിനോട് നിർദ്ദേശിച്ചു. 11 വയസ്സുള്ള മകളെ പീഡിപ്പിച്ചെന്നാരോപിച്ച് HRDSലെ ജീവനക്കാരനാണ് പരാതി നൽകിയത്. 2024 തന്റെ വീട്ടിൽ വെച്ചാണ് അതിക്രമം നടത്തിയതെന്നാണ് പരാതി.
തന്നെ ജോലിക്കായി ത്രിപുര, ബംഗാൾ സംസ്ഥാനങ്ങളിൽ അയച്ചതിനു ശേഷം ഒറ്റയ്ക്കായ മകൾക്കൊപ്പം താൻ നിന്നുകൊള്ളാമെന്ന് വിശ്വസിപ്പിച്ചാണ് അതിക്രമം നടത്തിയതെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. തന്നെ ആന്ധ്രയിലേക്ക് സ്ഥലം മാറ്റിയത് അറിഞ്ഞപ്പോഴാണ് മകൾ നേരത്തെ നടന്ന കാര്യം ഭയത്തോടെ പറഞ്ഞതെന്നും അച്ഛൻ പോയാൽ വീണ്ടും അതിക്രമം നടത്തുമെന്ന് മകൾ പറഞ്ഞെന്നും പരാതിയിൽ പറയുന്നു. പെൺകുട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്തിയതോടെ കൗൺസിലിംഗ് നടത്തിയ ശേഷം വനിതാ കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു. നിലവിൽ പോക്സോ വകുപ്പ് ചുമത്തിയാണ് FIR. പെൺകുട്ടി സാകേത് കോടതിയിൽ ജഡ്ജിക്ക് മുൻപാകെ രഹസ്യമൊഴി നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. FIR-ൽ എന്നാൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. പരാതി കെട്ടിച്ചമച്ചതാണെന്നാണ് HRDS ആരോപിക്കുന്നത്. പരാതി നൽകിയ ജീവനക്കാരനെതിരെ നിരന്തരം പരാതികൾ ലഭിച്ച സാഹചര്യത്തിൽ നേരത്തെ അച്ചടക്ക നടപടിയെടുത്തിരുന്നു. ജീവനക്കാരന് ആന്ധ്രയിലേക്ക് സ്ഥലം മാറ്റം നൽകി. ഇതിന്റെ പകപോക്കലാണ് കേസെന്നാണ് സംഘടനയുടെ വിശദീകരണം. സ്ഥാപനത്തിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. നേരത്തെ ആദിവാസി ഭൂമി കയ്യേറിയെന്ന പരാതിയിലടക്കം അജി കൃഷ്ണനെതിരെ കേസെടുത്തിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് HRDS-ന്റെ പാലക്കാട് ഓഫീസിൽ ജോലി ചെയ്തതിനെ ചൊല്ലിയും വിവാദങ്ങൾ നടന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്വന്തം വീട്ടിലും നാട്ടിലും സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്. വീട്ടിലെ പെണ്ണുങ്ങൾ പ്രതികരിക്കില്ലായിരിക്കും, എന്നാൽ പുറത്തിറങ്ങി ഇങ്ങനെ ഗുണ്ടായിസമെന്ന് കാണിച്ചു നോക്കുകയും സഹികെട്ടാൽ ആരാണേലും തിരിച്ച് പ്രതികരിച്ചു പോകും. അങ്ങനെ ധൈര്യശാലിയായ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മലപ്പുറം നിലമ്പൂരിന്റെ പെട്രോൾ പമ്പ് ജീവനക്കാരിയായ റോസമ്മയ്ക്ക് നേരെ അപ്രതീക്ഷിതമായാണ് ആക്രമണം ഉണ്ടായത്. ആദ്യം ഒന്ന് പതറിയ റോസമ്മ തിരിച്ചു കൊടുത്തു. പിന്നെ ജീവനക്കാരെല്ലാം ചേർന്ന് ആക്രമിയെ ബലപ്രയോഗത്തിലൂടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വഴിക്കടവ് സ്വദേശി ജാബിറാണ് അറസ്റ്റിലായത്. ഇനി ആർക്കെങ്കിലും നേരെ കൈയോങ്ങാൻ അയാളെ അനുവദിച്ചില്ല. കടുത്ത നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ബൈക്കിൽ പെട്രോൾ അടിച്ച് ജാബിർ UPI വഴി പണം നൽകാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നാലെ റോസമ്മ പണം ചോദിച്ചപ്പോൾ വാക്ക് തർക്കമായി. ജാബിർ റോസമ്മയെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. റോസമ്മയും തിരിച്ചടിച്ചു. തുടർന്ന് ജാബിർ കൈകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും റോസമ്മയെ ആക്രമിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു. നാട്ടുകാരാണ് ജാബിറിനെ പിടിച്ചു മാറ്റിയത്. റോസമ്മയുടെ പരാതിയിൽ ജാബിറിനെതിരെ എടക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആക്രമിച്ചതിനും അസഭ്യം വിളിച്ചതിനും ജാബിറിനെതിരെ BNS 115(2), 118(1), 296B വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം. പെട്രോൾ പമ്പുകളിൽ ജോലി ചെയ്യുന്നത് പലപ്പോഴും സാധുക്കളായ മനുഷ്യരാണ്. രാത്രിയും പകലും പണിയെടുത്താണ് കുടുംബം പോറ്റാനുള്ള ചെറിയ തുക പോലും കിട്ടുന്നത്. ഇങ്ങനെയുള്ള നിസ്സഹായരായ ആളുകളെ കയ്യേറ്റം ചെയ്യുന്നതും ആക്രമിക്കുന്നതും എത്രത്തോളം ക്രൂരതയാണ്. പത്തനംതിട്ട ഓമല്ലൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ മർദ്ദിച്ചത് പണം അപഹരിക്കാനുള്ള ശ്രമത്തിനിടെയാണ്. ചെന്നീർക്കര സ്വദേശി രഞ്ജിത്തിനെ സംഘം ചേർന്ന് മർദ്ദിക്കുകയും കൈവശമുണ്ടായിരുന്ന പണം തട്ടിയെടുക്കുകയും ചെയ്തെന്ന കേസിൽ പ്രതികൾ അറസ്റ്റിലായി. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12:30-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. രഞ്ജിത്ത് ജോലി ചെയ്യുന്ന ഓമല്ലൂരിലെ പമ്പിലെത്തിയ പ്രതികൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ പെട്രോൾ ആവശ്യപ്പെടുകയും ഇത് നൽകാൻ വിസമ്മതിച്ച രഞ്ജിത്തുമായി വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് സംഘം ചേർന്ന് പ്രതികൾ മർദ്ദിക്കുകയും ചെയ്തു. രഞ്ജിത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പണം പ്രതികൾ അപഹരിക്കുകയും ചെയ്തു.
മർദ്ദനത്തിൽ പരിക്കേറ്റ രഞ്ജിത്ത് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പത്തനംതിട്ട പോലീസ് അടുത്ത ദിവസം തന്നെ 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. കോന്നി പ്രമാടം ലാക്കൂർ സ്വദേശി സൂരജ്, പത്തനംതിട്ട സ്വദേശി പ്രേംജിത്ത് പ്രസാദ്, പത്തനംതിട്ട മണ്ണാർമല സ്വദേശി വിഷ്ണു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. പ്രസവിച്ചിട്ട് 20 ദിവസമേ ആയിട്ടുള്ളൂ. കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് പോലും പോലീസുകാർ മുറിയിലേക്ക് കയറി. സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ 5 തവണ പരിശോധനയ്ക്കെത്തി. പ്രതികരിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി. കോഴിക്കോട് വടകരയിലെ UDF പ്രവർത്തകന്റെ വീട്ടിൽ പോലീസ് രാത്രിയിൽ ഭീകര അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. ചാനിയങ്കടവ് സ്വദേശി സിദ്ദിഖിന്റെ വീട്ടിലെത്തിയ പോലീസ് സംഘം സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി പരിശോധിച്ചെന്നാണ് ആരോപണം. കോൺഗ്രസ് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് റെയ്ഡ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോലീസിന് മടങ്ങേണ്ടി വന്നു. പോലീസിന്റെ കുറ്റനിർവഹണം തടഞ്ഞതടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് 8 പേർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ചാനിയം കടവ് ഭാഗത്ത് തിരഞ്ഞെടുപ്പ് ദിവസം CPM പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനായ സിദ്ദിഖിന്റെ വീട്ടിലാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. പരിശോധനയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ തടഞ്ഞതോടെ വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങളെത്തി. 20 ദിവസം മുൻപായിരുന്നു സിദ്ദിഖിന്റെ ഭാര്യയുടെ പ്രസവം. ഇവിടെയാണ് ഒരു വനിതാ പോലീസും 20ഓളം പുരുഷ പോലീസും എത്തി വീട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്ന് പ്രവർത്തകർ പറയുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചെന്നും UDF പ്രവർത്തകർ ആരോപിച്ചു. പോലീസിന്റെ അസമയത്തുള്ള പരിശോധനയ്ക്കെതിരെ കോൺഗ്രസ് ജില്ലാ നേതൃത്വവും രംഗത്തെത്തി. CPMന്റെ തിരക്കഥയ്ക്കൊത്ത് പോലീസ് അഭിനയിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ പറഞ്ഞു. ആ സിദ്ദിഖിന്റെ വീട്ടിൽ ഇന്നലെ നടന്നത് വടകര പോലീസിന്റെ നരനായാട്ടാണ്. അവിടെ 20 ദിവസം പ്രായമുള്ള ആ കുട്ടിയെയും അമ്മയും ഉൾപ്പെട്ട വീട്ടിൽ പോലീസ് കേന്ദ്ര നടത്തത് മൃഗീയമായ നായാട്ടാണ്. അവിടെ വീടിന്റെ ഷെൽഫുകൾ തുറക്കുന്നു, പാത്രങ്ങൾ എടുത്തെറിയുന്നു. പ്രതിഷേധിക്കാൻ വന്നവരുടെ ഉപയോഗിച്ച വാക്ക് വേണ്ടി വന്നാൽ അടിവസ്ത്രവും അടിപ്പാത്രവും ഞങ്ങൾ പരതുമെന്നാണ് വടകര പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുറ്റം ചെയ്യാത്ത സിദ്ദിഖിന്റെ വീട്ടിൽ ഇന്നലെ ഉണ്ടായ പോലീസ് നടനായിട്ട് അതീവ ഗുരുതരമാണ്. അനധികൃതമായ പരിശോധന നടത്തി സ്ത്രീകളെ അടക്കം അപമാനിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുറ്റ്യാടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള വടകര SP പരാതി നൽകി. കുറ്റ്യാടിയിൽ വലിയൊരു അഴിഞ്ഞാട്ടം നടക്കുകയാണ്. അത് CPMും പോലീസും ഒത്തുചേർന്നുകൊണ്ടുള്ള വലിയൊരു കലാപത്തിനുള്ള ശ്രമം നടത്തുന്നു കുറ്റ്യാടിയിൽ. അതായപ്പോഴുള്ള സാഹചര്യം. പ്രതി വീട്ടിലെത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്ന് പോലീസ് അറിയിച്ചു. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. വനിതാ പോലീസുകാരടക്കം സംഘത്തിലുണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതിയെ തെരഞ്ഞെത്തിയ പോലീസിനെ തടഞ്ഞ സംഭവത്തിൽ 8 ലീഗ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വടകര പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഫിക്ക്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസ്ഹബ് എന്നിവരുൾപ്പെടെ 8 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, സംഘം ചേരൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത്. വടകര SI VV ദീപ്തിയുടെ പരാതി പ്രകാരമാണ് കേസ്. കോഴിക്കോട്. തൃശൂർ കൊരട്ടി സ്വദേശി സുനിൽകുമാറിന് ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. ട്രെയിൻ യാത്രയ്ക്കിടയിലെ ആദ്യ ദുരനുഭവം. ട്രെയിൻ മുന്നോട്ടെടുക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആക്രമണം. ട്രെയിനിന്റെ വാതിലിൽ നിൽക്കുമ്പോൾ അപരിചിതനായ ഒരാൾ അടിച്ച് താഴെ വീഴ്ത്തി. പിന്നെ ക്രൂരമായി മർദ്ദിച്ച് കഴുത്തിൽ കിടന്ന മാലയുമായി കടന്നു കളഞ്ഞു. യാത്രക്കാർ കുറവായിരുന്നതിനാൽ മറ്റാരും സംഭവം അറിഞ്ഞില്ല. പിന്നീട് റെയിൽവേ പോലീസ് എത്തിയാണ് സുനിലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. 3 ആഴ്ച മുൻപ് നടന്ന കവർച്ചയിൽ പ്രതിക്കായി പോലീസ് പല രീതിയിൽ അന്വേഷണം നടത്തി. ഒടുവിൽ അക്രമിയും സഹായിയും പിടിയിലായിരിക്കുന്നു. പത്തനാപുര സ്വദേശി ചാർലി എന്ന സുകേഷും സഹായി എബിയുമാണ് അറസ്റ്റിലായത്.
പ്ലാറ്റ്ഫോമിൽ ഞായറാഴ്ച രാത്രിയാണ് നീങ്ങിത്തുടങ്ങിയ ട്രെയിനിന്റെ വാതിലിൽ നിന്ന് യാത്രക്കാരനെ പ്ലാറ്റ്ഫോമിലേക്ക് അടിച്ചു വീഴ്ത്തി കവർച്ച നടത്തിയത്. എറണാകുളം ഗുരുവായൂർ പാസഞ്ചറിൽ കൊരട്ടിയിലേക്ക് പോകാനെത്തിയിരുന്ന സുനിൽകുമാർ. ഈ സമയം പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർ കുറവായിരുന്നു. 1 മിനിറ്റ് മാത്രം സ്റ്റോപ്പുള്ള ട്രെയിനിന്റെ ഏറ്റവും മുന്നിലെ കോച്ചിലെ വാതിൽപ്പടിയിൽ നിൽക്കുന്നതിനിടെ ട്രെയിൻ നീങ്ങി തുടങ്ങി. ഈ സമയം ഓടിയെത്തിയ മോഷ്ടാക്കളിൽ ഒരാൾ യാത്രക്കാരനെ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചിടുകയും മുഖത്തടിച്ച് സ്വർണ്ണമാലയും മൊബൈൽ ഫോണുകളും തട്ടിയെടുക്കുകയും ചെയ്തു. വീഴ്ചയിൽ സുനിൽകുമാറിന്റെ മുഖത്ത് ഗുരുതര പരിക്കേൽക്കുകയും 2 പല്ലുകൾ ഇളകിത്തെറിക്കുകയും ചുണ്ടുമുറിയുകയും ചെയ്തു. മുഖത്തു നിന്ന് ചോരയൊലിച്ച സുനിൽകുമാർ മോഷ്ടാക്കളെ പിന്തുടർന്നെങ്കിലും ഇരുവരും രക്ഷപ്പെട്ടു. യാത്ര ചെയ്യുന്നത് ഫ്രണ്ടിലെ ബോഗിയിൽ സൈഡിൽ നിന്നുകൊണ്ടായിരിക്കും, ആരും ഉണ്ടാവാറില്ല. അപ്പൊ ഈ ഗുരുവായൂർക്കാരെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ മാറി നിന്ന് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഒരാൾ കയറി വന്ന് എന്റെ മാലയെ കയറി പിടിച്ചു. മാലയെ കയറി പിടിച്ചപ്പോൾ ഞാൻ കൈമ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അവൻ പെട്ടെന്ന് പതറി എന്റെ മൂക്കിനിടിച്ചു. 2 പ്രാവശ്യമാണ് പഞ്ച് ചെയ്തത്. 2 പ്രാവശ്യം പഞ്ച് ചെയ്തപ്പോൾ വായ നിറച്ച് ബ്ലഡും പല്ലളുകളും ചെയ്തു. അതിനുശേഷം ഷർട്ടിൽ പിടിച്ച് വലിച്ച് ട്രാക്കിലേക്ക് ഇട്ടു. പിന്നെ എന്താ ചെയ്തതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. പിന്നെ ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ദിനൽ സാറെന്ന് പറഞ്ഞ പോലീസുകാരനും 2-3 പോലീസുകാരും കൂടി എന്നെ പിടിച്ചെണിപ്പിച്ച് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ എന്റെ മാല പൊട്ടിട്ടുണ്ട്, 2 മൊബൈലും കൊണ്ടുപോയി എന്ന് പറയുകയും ചെയ്തു. ട്രെയിനിലും പ്ലാറ്റ്ഫോമിലും യാത്രക്കാർ കുറവായതിനാൽ മറ്റാരും സംഭവം അറിഞ്ഞില്ല. റെയിൽവേ പോലീസും RPFും ചേർന്നാണ് സുനിൽകുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചത്. 1.5 ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന സ്വർണ്ണമാലയ്ക്കും മൊബൈൽ ഫോണിനും പുറമെ ആധാർ, പാൻ കാർഡുകളും കവർന്നു. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ CCTV ക്യാമറ ഇല്ലാത്തതിനാൽ പ്രതികളെ കണ്ടെത്തുക വെല്ലുവിളിയായിരുന്നു. പരിസരത്തെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലെ ക്യാമറകൾ പരിശോധിച്ചു. തുടർന്നാണ് പത്തനാപുരം സ്വദേശി ചാർലി എന്ന സുകേഷിലേക്ക് അന്വേഷണം എത്തിയത്. ഞങ്ങൾക്ക് യാതൊരു എവിഡൻസും ഇല്ലായിരുന്നു. ആ എവിഡൻസിന് ഓരോ ആൾക്കാരെ കണ്ട് ചോദിച്ചും CCTV സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന എല്ലാം CCTV കേന്ദ്രീകരിച്ച് പോകാൻ, ഇത് CCTV പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്നാണ് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾക്ക് ഉണ്ടായ ഡൗട്ട്. ഞാൻ നിസാറിനോട് പറയും, നിസാർ ആ സമയം തന്നെ വേണു സാറിനെ വിളിച്ചു പറഞ്ഞു. വേണു സാറിന്റെ സ്ക്വാഡ് ശക്തമായിട്ട് ഇറങ്ങി. ആദ്യത്തെ ദിവസം ചെറിയൊരു ക്ലൂ കിട്ടി, 2ാമത്തെ ദിവസം കുറച്ചുകൂടെ ക്ലൂ കിട്ടി. നമുക്കിത് കിട്ടുമെന്ന് യാതൊരു വിധത്തിൽ ഉറപ്പില്ലായിരുന്ന കേസ് നമ്മളെ ടീം ശക്തമായി RPFന്റെയും കേരള GRPയുടെയും ടീം ശക്തമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു കേസ് പിടികിട്ടിയത്. മോഷ്ടിച്ച സ്വർണം ആലപ്പുഴ തുമ്പോളി സ്വദേശി എബിയുടെ സഹായത്തോടെ ആലപ്പുഴയിലാണ് വിറ്റതെന്ന് പ്രതി സമ്മതിച്ചു. വിറ്റ മാല പോലീസ് തിരിച്ചെടുത്തിട്ടുണ്ട്. കവർച്ച, പിടിച്ചുപറി ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് സുകേഷ് എന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കേരളത്തിൽ ആൾതാമസമില്ലാതെ അടച്ചിട്ട ഒട്ടേറെ വീടുകളുണ്ട്. ചിലർ ജോലി ആവശ്യത്തിനായി വിദേശത്തോ മറ്റ് സ്ഥലങ്ങളിലോ ആയിരിക്കും താമസം. ഇനി അവധി ദിവസങ്ങളിൽ വിനോദയാത്രകൾ പോകുന്നവരെയും കാണാം. നിങ്ങൾ വീട് കുട്ടി പുറത്തു പോകുമ്പോൾ സ്വർണമോ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളോ അവിടെ വെച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. കാരണം കവർച്ചാ സംഘങ്ങൾ നാട്ടിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. പാലക്കാട് പട്ടാമ്പി ആമയൂരിൽ ആളില്ലാത്ത വീട് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. എന്നാൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും നഷ്ടമായില്ലെന്നാണ് വിവരം. ആമയൂരിൽ കൊട്ടാരത്തിൽ ജനാർദ്ദന്റെ വീട്ടിലായിരുന്നു മോഷണം. ജനാർദ്ദനും കുടുംബവും കഴിഞ്ഞ 1 മാസമായി ഗോവയിലാണ്. വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. രാവിലെ പുറംപണിക്കാരൻ വന്ന് നോക്കിയപ്പോഴാണ് ഔട്ട് ഹൌസിന്റെ വാതിൽ തുറന്നു കിടക്കുന്നതും സമീപത്തായി അടുത്ത വീട്ടിലെ തേങ്ങ പൊളിക്കുന്ന യന്ത്രവും മഴവും കണ്ടെത്തിയത്. തുടർന്ന് സമീപത്തുള്ള കുടുംബക്കാരെ വിവരമറിയിച്ചു. അവർ വന്ന് നോക്കിയപ്പോഴാണ് വീടിന്റെ മുന്നിലെ വാതിൽ തകർത്ത നിലയിൽ കണ്ടത്. മുറികളിലെ അലമാരകളും മേശകളും തുറന്ന് സാധനങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. നനക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടെ മുറ്റം അടിക്കാൻ വേണ്ടി അവിടെ ചൂലെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നപ്പോ ആ കയ്യാലെ റൂം തുറന്നു കിടക്കണുണ്ട്. അങ്ങനെ അടുത്ത വീട്ടിലെ മോനേട്ടനെ വിളിച്ചു. അയാൾ അഞ്ചനാണ്. അയാളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോ അയാൾ പറഞ്ഞു ഉമ്മർത്തൊന്ന് നോക്കി നോക്കാറുണ്ട്. ഉമ്മർത്ത് നോക്കുമ്പോ അതും തുറന്നു കാണാണ്ട്. അപ്പൊ ഞാൻ പിന്നെ നേരെ കാരണോല അപ്പുറത്തുണ്ട് അവിടെ പോയിട്ട് പറഞ്ഞു. എന്നിട്ട് അപ്പൊ അയാള് വിവരങ്ങളൊക്കെ പറഞ്ഞു പോലീസിന് വിവരം അറിയിച്ചു. വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ല എന്നാണ് വിവരം. വീട്ടുകാർ തിരിച്ചെത്തി പരിശോധിച്ചാൽ മാത്രമേ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്നറിയുള്ളൂ. വിവരമറിഞ്ഞ കൊപ്പം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 കൊപ്പം.
എറണാകുളം കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലും കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് നാട്ടുകാരും കച്ചവടക്കാരും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കടകളിലും ക്ഷേത്രങ്ങളിലും ഉൾപ്പെടെ മോഷണം നടന്നു. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞെങ്കിലും പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കള്ളനെ ഉടൻ പിടികൂടുമെന്ന ആവശ്യവുമായി വ്യാപാരികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അടിവാട് ടൗണിലെ പല കടകളിലും സമീപത്തെ പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണങ്ങൾ നടന്നിരുന്നു. ക്ഷേത്രത്തിലെ CCTV തകർത്താണ് മോഷണങ്ങൾ നടത്തിയത്. ഇതോടൊപ്പം ടൗണിലെ വാസി മൊബൈൽ എന്ന കടയിലും കഴിഞ്ഞ ദിവസം മോഷണ ശ്രമം നടന്നു. ഷട്ടറിന്റെ പൂട്ട് പൊളിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് മോഷണം നടക്കാതെ പോയത്. മോഷ്ടാവിന്റെ ദൃശ്യം ഇവിടുത്തെ CCTVയിൽ പതിഞ്ഞു. തുടരെയുള്ള മോഷണങ്ങൾ കച്ചവടക്കാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണെന്ന് കടയുടമ മുഹമ്മദ് അലി ബാക്കവി പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തിൽ എൻ്റെ കടയുടെ പിൻഭാഗത്തുള്ള ഷട്ടർ പൊളിക്കാനുള്ള ഒരു മോഷണ ശ്രമം നടന്നു. ശക്തമായ പൂട്ടുള്ളത് കൊണ്ട് അത് പൊളിക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാലും അടിവാട് പല കടകളിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ ആയിട്ട് ഈ അടുത്തിടയിലായിട്ട് ഒരുപാട് മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിലുള്ള വ്യാപാരികൾ വളരെ ആശങ്കയിലും പേടിയിലുമാണ്. അതുകൊണ്ട് ഉടനടി ഇതിനുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെ നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും പോലീസ് നൈറ്റ് പെട്രോളിംഗ് കർശനമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ബ്രാസ് മൊബൈൽസിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കിടന്ന് കള്ളൻ മോഷണം നടത്താൻ ശ്രമിച്ചു. അതിന് തൊട്ടടുത്ത് മുമ്പ് മണ്ഡോത്തിൽ സ്റ്റോഴ്സിൽ കയറി 3000 രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിലെ കൃഷ്ണന്റെ അങ്കി മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ഒട്ടനവധി മോഷണങ്ങളും ശ്രമവും പെരുകി വരികയാണ്. അതുപോലെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അടിപാട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് പല പ്രാവശ്യം ഞങ്ങൾ അധികൃതരുമായി ബന്ധപ്പെട്ടും പരാതി കൊടുത്തിട്ടും നാളെ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനി മുതൽ അടിപാട് ഒരു പെട്രോൾ വെച്ചുകൊണ്ട് ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്നാണ് വ്യാപാരികൾക്ക് പറയാനുള്ളത്. ന്യൂസ് 18 കോതമംഗലം. സ്വർണത്തിന് വില വർദ്ധിച്ചതോടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആരാണ്? സ്വർണം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തി മോഷണം നടത്തുന്ന ആളുകളെ സൂക്ഷിക്കണം. കോഴിക്കോട് മുക്കം ശ്രീരാഗൻ ജ്വല്ലറിയിൽ മോഷണം നടത്തിയ കള്ളനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശി ഫാസിലിനെ കോടഞ്ചേരിയിൽ നിന്നാണ് പിടികൂടിയത്. പ്രതിയുമായി വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയ പോലീസ് മോഷ്ടിച്ച സ്വർണം വിറ്റ് തമിഴ്നാട് ഗൂഡല്ലൂരിലെ ജ്വല്ലറിയിലെത്തിച്ച് സ്വർണം കണ്ടെടുത്തു. കഴിഞ്ഞ മാർച്ച് 11-ന് മുക്കം ശ്രീരാഗം ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തി സ്വർണം മോഷ്ടിച്ച കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം വണ്ടൂർ സ്വദേശി ചെട്ടിയാറമ്മൽ ഫാസിലിനെയാണ് തെളിവെടുപ്പിനായി മുക്കം പോലീസ് 2 ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയത്. തെളിവെടുപ്പിന്റെ ഭാഗമായി മോഷ്ടിച്ച സ്വർണം വിറ്റ തമിഴ്നാട് ഗൂഡല്ലൂരിലെ ജ്വല്ലറിയിൽ എത്തിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ജ്വല്ലറിയിൽ നിന്നും സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു. പിന്നീട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സ്വർണം വാങ്ങാനെന്ന വ്യാജേന മുക്കം അങ്ങാടിയിലെ ശ്രീരാഗം ജ്വല്ലറിയിൽ എത്തിയതിനു ശേഷം മോതിരം ആവശ്യപ്പെടുകയായിരുന്നു. ജീവനക്കാർ മോതിരം വെച്ച ട്രേ നൽകിയപ്പോൾ കുറച്ചുനേരം മോതിരം തിരഞ്ഞെടുക്കുന്നത് പോലെ കാണിച്ചതിനു ശേഷം 2 മോതിരം കൈക്കലാക്കി കടയിൽ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തു. ഇയാൾ മോഷണം നടത്തുന്നതിന്റെയും ഇറങ്ങി ഓടുന്നതിന്റെയും CCTV ദൃശ്യം ലഭിച്ചിരുന്നു. മുക്കം പോലീസ് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കഴിഞ്ഞ മാർച്ച് 30-ന് കോടഞ്ചേരി നെല്ലിപ്പൊയിലിൽ വെച്ച് പിടികൂടിയത്. ന്യൂസ് 18 മുക്കം. കാസർഗോഡ് കുമ്പള കൃഷ്ണനഗറിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 30-നാണ് കുമ്പള സ്വദേശി അഫ്സാനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേസിൽ ഒളിവിലായിരുന്ന 6 പ്രതികളും പോലീസിൽ കീഴടങ്ങി. കേസിലെ മറ്റൊരു പ്രതിയായ ബോബി സഫ്വാനെ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയതാണ് കേസിൽ നിർണായകമായത്.
കുമ്പള കൃഷ്ണനഗറിന് സമീപത്ത് യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ 6 പ്രതികളാണ് കുമ്പള എസ്ഐയുടെ മുൻപാകെ കീഴടങ്ങിയത്. കുമ്പള കുണ്ടങ്കേരടുക്ക സ്വദേശികളായ മുഹമ്മദ് ആഷിം, അബു ജാസിം, റമീസ് റോഷാൽ ഫിറോസ്, മിൻഹാജ് അബ്ദുള്ള, ഫസൽ റഹ്മാൻ, മൊഹിദ്ദീൻ നിഹാൽ എന്നിവരാണ് കുമ്പള പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. മാർച്ച് 30 രാത്രി 12 മണിയോടെ കുമ്പള ബദിയടുക്ക റോഡിലെ കൃഷ്ണനഗറിന് സമീപത്തെ ബസ് വെയിറ്റിംഗ് ഷെഡിന് സമീപം കുമ്പള മാട്ടുംകുടിയിലെ അഫ്സാൻ ഫഹദിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ് ഇവർ. കേസിലെ മറ്റൊരു പ്രതിയായ ബോബിക്കാനം മുതലപ്പാറ സ്വദേശി അമീൻ സഫ്വാനെ കഴിഞ്ഞ ദിവസം ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. നേരത്തെ പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് വിമാനത്താവള അധികൃതർ ഇയാളെ തടഞ്ഞുവെച്ച് വിവരം കുമ്പള പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് SI സനീത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചെന്നൈയിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചൊവ്വാഴ്ച വൈകുന്നേരം കുമ്പളയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിന് പിന്നാലെയാണ് കൂട്ടുപ്രതികളായ 6 പേർ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. കേസിലെ മറ്റൊരു പ്രതിയായ കുണ്ടങ്കേരടുക്ക സ്വദേശി മുഹമ്മദ് അനസ് നേരത്തെ അറസ്റ്റിലായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം ചിറയിൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ. പാമ്പുകടിയേറ്റ കുട്ടിയെ ആദ്യം ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. എന്നാൽ അവിടെ ആന്റിവെനം ഉണ്ടായിരുന്നില്ല. ചിറയിൻകീഴ് ആശുപത്രിയിൽ കൃത്യമായി ചികിത്സ കിട്ടിയിരുന്നുവെങ്കിൽ കുട്ടിയെ രക്ഷിക്കാമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. പ്രാഥമികമായി ടെസ്റ്റുകളിൽ കുട്ടിയെ പാമ്പ് കടിച്ചതായി കണ്ടെത്തിയില്ലെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. വീട്ടിൽ ഉറങ്ങിക്കിടക്കെ പുലർച്ചെ 4:30യോടെയാണ് ദക്ഷലിന് പാമ്പ് കടിയേൽക്കുന്നത്. ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച കുട്ടിയെ ആദ്യം എത്തിച്ചത് ചിറയൻകീഴ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ്. കടിച്ചത് പാമ്പെന്ന് ആ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും കുട്ടിയെ ആശുപത്രി അധികൃതർ വേണ്ട വിധം പരിചരിച്ചില്ലെന്നാണ് കുടുംബാംഗങ്ങളുടെ പരാതി. ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചെങ്കിലും പാതിവഴിയിൽ അനക്കമറ്റെന്ന് കുട്ടിയുടെ അച്ഛൻ പറയുന്നു. കുട്ടിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കടിച്ചത് മൂർഖൻ പാമ്പെന്ന് കണ്ടെത്തി. വീട്ടിൽ നാട്ടുകാർ നടത്തിയ തെരച്ചിലിനിടെയാണ് കുട്ടി കിടന്നുറങ്ങിയ മുറിയിൽ നിന്ന് പാമ്പിനെ പിടികൂടിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടുകാർക്ക് വിട്ടു നൽകിയ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആന്റിവെനം നൽകാതിരുന്നത് പാമ്പ് കടിയേറ്റിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്നും കുട്ടി ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു എന്നുമാണ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ വീഴ്ചയാണ് കുട്ടിയുടെ മരണകാരണമെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസും BJPയും ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിൽ നിന്നും DMO റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നിതിൻ രാജിന്റെ മരണത്തിനിടയാക്കിയ ലോണാപ്പ് വിഷയത്തിൽ അധ്യാപികയെ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് ആരാണ്? ഡോക്ടർ റാമിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. അധ്യാപികയെ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് ഡോക്ടർ റാം എന്നാണ് ആക്ഷേപം. സിമ്പതിക്ക് വേണ്ടിയാണ് നിതിൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയതെന്ന് റാം അധിക്ഷേപിച്ചുവെന്നും ഇതിന് സഹപാഠികളുടെ മൊഴിയുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ഡോക്ടർ റാമിന്റെയും സംഗീതയുടെയും മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ് പരാമർശം. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ശനിയാഴ്ച വിധി പറയും. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം കേസിലെ പ്രതികളായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ ശനിയാഴ്ച വിധി പറയും. പാത്തോളജി വിഭാഗം മുൻ തലവൻ ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായത്. ലോണാപ്പ് വിഷയത്തിൽ അധ്യാപികയെ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് ഡോക്ടർ റാമാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു.
നിതിനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചതിന് പിന്നാലെ റാം സംഗീതിയെ ഹസ്തദാനം ചെയ്തു. നിതിൻ രാജിനെ അധ്യാപകർ കൂട്ടവിചാരണ നടത്തുമ്പോൾ പ്രിൻസിപ്പലിന്റെ മുറിക്ക് പുറത്ത് റാം ഉണ്ടായിരുന്നുവെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ജാതീയ അധിക്ഷേപം ഒഴിവാക്കാൻ റാം പട്ടികജാതിക്കാരനാണെന്ന രേഖ ഹാജരാക്കി. എന്നാൽ റാം പട്ടികജാതിക്കാരനല്ലെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയതായി പബ്ലിക് പ്രോസിക്യൂട്ടർ. അന്വേഷണത്തിൽ റാം OBC വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കിയതായും ഇതിന്റെ തെളിവ് കോടതിയിൽ ഹാജരാക്കിയതായും പബ്ലിക് പ്രോസിക്യൂട്ടർ കൂട്ടിച്ചേർത്തു. ജാമ്യ ഹർജിയിൽ ഒന്നാം പ്രതിയുടെ വാദം താൻ കർണാടകയിലുള്ള ബജേന്ദ്രി എന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ട ആളാണെന്നും അതുകൊണ്ട് കേസ് നിലനിൽക്കില്ല എന്നുമായിരുന്നു ഹർജിയിൽ പറഞ്ഞത്. ഞങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയപ്പോൾ ബജേന്ദ്രി എന്ന ജാതി അത് SC അല്ല എന്നും അത് OBC ഗ്രൂപ്പിലാണെന്നും അദ്ദേഹത്തിൻ്റെ വാദം ശരിയല്ല എന്നും നമുക്ക് സമർത്ഥിക്കാൻ കോടതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. രേഖാമൂലം തന്നെ അത് സമർപ്പിച്ചിട്ടുണ്ട്. നിതിൻ രാജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സിമ്പതിക്ക് വേണ്ടി ചാടിയതാണെന്ന് റാം അധിക്ഷേപിച്ചതായും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇത് സംബന്ധിച്ച് സഹപാഠികളുടെ മൊഴിയുണ്ട്. നിതിന്റെ പിതാവ് LY രാജിന്റെയും സഹോദരി ഭർത്താവ് അശോക് കുമാറിന്റെയും വാദവും കോടതിയിൽ നടന്നു. സെഷൻസ് കോടതിയുടെ ചുമതലയുള്ള അഡീഷണൽ ജില്ലാ കോടതി 4 ജഡ്ജി J. വിമൽ മുമ്പാകെയാണ് ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയാക്കിയത്. ഡോക്ടർ റാമിന് സംഭവത്തിൽ പങ്കില്ലെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. സംഭവ ദിവസം രാവിലെ 11 മുതൽ 1:10 വരെ നിതിൻ രാജ് പ്രിൻസിപ്പലിന്റെ മുറിയിലായിരുന്നു. മുറിയിൽ നിന്നിറങ്ങി 10 മിനിറ്റിനകമാണ് നിതിന്റെ മരണമെന്നായിരുന്നു റാമിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കിഷോർ കുമാർ വാദിച്ചത്. നിരപരാധിയാണെന്നും അറസ്റ്റ് ചെയ്താൽ പീഡനത്തിനിരയാകാൻ സാധ്യതയുണ്ടെന്നുമാണ് സംഗീതയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ളത്. കേസിൽ 1ഉം 2ഉം പ്രതികളാണ് ഇരുവരും. സംഗീത നമ്പ്യാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് V. ജയകൃഷ്ണൻ ഹാജരായി. അതിനിടെ നിതിന്റെ മരണത്തിൽ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോളേജിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേസിൽ അറസ്റ്റിലായ ലോൺ ആപ്പ് കമ്പനി ജീവനക്കാരുടെ പോലീസ് കസ്റ്റഡി അപേക്ഷയും ശനിയാഴ്ച പരിഗണിക്കും. ന്യൂസ് 18 കണ്ണൂർ. അയാൾ എന്നെ ഒരിക്കലും ചതിക്കില്ല, എനിക്ക് അത്രയ്ക്കും വിശ്വാസമാണ്. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ എന്നും കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസം. ഇങ്ങനെ ഒരു ചങ്ങാതി നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്ത മനുഷ്യരാട്ടോ. എന്നാൽ എത്ര വിശ്വാസമാണെങ്കിലും ഒരാളോടും എല്ലാം തുറന്നു പറയരുത്. കാരണം ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ കഴിയില്ലെന്നേ. ഒരു നിമിഷം മതി മനുഷ്യൻ്റെ മനസ്സ് മാറാൻ. ഒന്ന് പിണങ്ങിയാൽ തീരാവുന്നതേയുള്ളൂ ഈ വിശ്വാസം. സ്വാർത്ഥരായ ആളുകളാണ് നമ്മുടെ ചുറ്റുപാടുമെന്ന് ചിന്ത വേണം. വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഉറ്റ സുഹൃത്തിനെ പോലും ചതിക്കാനും തള്ളിപ്പറയാനും മടിക്കാത്തവർ. ചില പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് അങ്ങനെയുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.